ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ വളർത്തി വലുതാക്കി തന്നോളമാക്കുന്നതിനിടയിൽ ഉണ്ടായേക്കാവുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത് അവൾ അല്ലെങ്കിൽ അവൻ പെറ്റു വീണ് ഈ കൈകളിലേക്ക് എത്തുമ്പോ തുടങ്ങുന്ന വേദനയും നോവുക. കൈകാലിട്ട് അടിച്ചു തുടങ്ങുമ്പോ ഒന്ന് നീന്തി കാണാൻ ആഗ്രഹിക്കും. നീന്തി തുടങ്ങുമ്പോഴോ ഒന്ന് നടന്നു കാണാൻ ആഗ്രഹിക്കും. നടന്നു തുടങ്ങിയ പിന്നത്തെ സ്വപ്നം അവരാദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കാഴ്ച ഒന്ന് കൺകുളിർക്ക് കാണണമെന്നുള്ളതായിരിക്കും. ഈ +2 കഴിഞ്ഞ ഒന്ന് തന്നോളമായി കഴിഞ്ഞ പിന്നത്തെ ചിന്ത എവരെ ഒന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ എങ്ങനെ വീടിനകത്ത് തളച്ചിടാവുന്നുള്ളതാ. കാരണം എന്താ, പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ എവരുടേതായ ഒരു ലോകം തീർക്കുക. അവിടെ ഇത്രയും കാലം വളർത്തിയ അച്ഛനുമില്ല, ഇവർക്ക് വേണ്ടിയിട്ട് സ്വപ്നം കാണുന്ന അമ്മയുമില്ല, സ്വന്തക്കാരുമില്ല. ഇന്നലെ കണ്ട കാമുകയോ കാമുകനോ അവര് പറയുന്നതാ അവർക്ക് പിന്നെ വേദവാക്യം. മുട്ടുമടക്കി പോവും സാറേ നമ്മൾ ഇവരുടെ മുമ്പില്. ഇപ്പോഴത്തെ കാലമല്ലേ സർ, രണ്ടുപേരോടും ഞാനും സംസാരിച്ചു. ഒന്നിച്ച് ജീവിക്കുന്നതിനപ്പുറം മറ്റൊരു ജീവിതത്തിന് തയ്യാറല്ലെന്നാണ് രണ്ടുപേരും പറയുന്നത്. ഇവൻ അവളെയും അവൾ ഇവനെയും പിരിയാൻ ഒരുക്കമല്ല എന്നുള്ള രീതി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുക സാറേ? അങ്ങനെ ഇവര് കർശനമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാനായിട്ട് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം വേണ്ടാന്ന് വെക്കുകയേ മാർഗമുള്ളൂ. എന്റെ ഇഷ്ടമല്ല സാറേ ഇവിടെ നടക്കേണ്ടത്, എന്റെ മോളുടെ ഇഷ്ടമാ. അവളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവൾക്ക് മാത്രമാ. അത് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. അത് എന്റെ ഭാഗത്തുനിന്ന് വന്ന വലിയ ഒരു വീഴ്ച തന്നെയാ. എന്തായാലും നന്നായി സാർ ഇങ്ങനൊരു തീരുമാനം എടുത്തതില്. നമുക്ക് സന്തോഷമായില്ലേ? എനിക്ക് പെണ്ണായിട്ട് എവളെ ഒരൊറ്റ മോളേ ഉള്ളൂ. അതുകൊണ്ട് 4 ആള് കാണുക എനിക്ക് അവളുടെ വിവാഹം നടത്തണം. പിള്ളേരുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുമ്പോഴാണല്ലോ അച്ഛൻ എന്ന വാക്കിന് കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാവുന്നത്. മാത്രമല്ല, കോപിക്കാനും ശാസിക്കാനും മാത്രമല്ല സ്നേഹിക്കാനും അച്ഛനമ്മമാർക്ക് അറിയുമെന്ന് മക്കളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. സത്യമാണോ അച്ഛ ഈ പറയുന്നത്? എനിക്കിത് വിശ്വസിക്കാവോ? നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും കണ്ടില്ല എന്നടിക്കാൻ ആർക്കാ മോളെ ആവുക? അച്ഛൻ അത് ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു. എങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലായിരുന്നല്ലോ. എന്നാ ഓക്കെ സാറേ, ഇവരുടെ കല്യാണത്തിന് ഞാൻ ക്ഷണിക്കും, വരണം. ഇവരെ ഒത്തുചേർക്കാൻ റസാഖ് ഒരു മുഖ്യ ഘടകമായല്ലോ. തീർച്ചയായിട്ടും വരും സാർ. എന്താ ആലോചിച്ച് നിൽക്കുന്നേ? വാ സ്വാമി, വാ. സാർ ചെല്ല്. താങ്ക് യു സാർ.